Hello, hi dear friends. Welcome to yet another session of Daily One Word. അപ്പോൾ ഡെയിലി വൺ വേർഡ്സിൽ ആസ് യൂഷ്വൽ പതിവ് പോലെ ഇന്നും 5 വൺ വേർഡ്സും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. പാൻതിയസ്റ്റ്, പാൻതിയസ്റ്റ് എന്താണ് പാൻതിയസ്റ്റ്? അതായത് വൺ ഹു ബിലീവ്സ് ദാറ്റ് ഗോഡ് ഈസ് ദ യൂണിയൻ ഓഫ് ഓൾ ദ നാച്ചുറൽ ഫോഴ്സസ്. പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ പ്രകൃതി തന്നെയാണ് ദൈവം, പ്രകൃതിയിലുള്ള ശക്തികൾ, പ്രപഞ്ചത്തിൽ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരെ നമ്മൾ പറയുന്ന പേരാണ് പാൻതിയസ്റ്റ്. ഇനി അങ്ങനത്തെ ബിലീഫിനെ, ആ ഒരു ബിലീഫിനെ അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജിക്ക് നമ്മൾ പറയുന്ന പേരാണ് പാൻതിയസം. ഓക്കെ, യെസ്. അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം എന്ന് പറയണത് എന്താ പറയുക, പ്രപഞ്ചം തന്നെയാണ് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ശക്തികളാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ പാൻതിയസ്റ്റ് എന്ന് പറയും. ആ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിനെ, ആ ഒരു ബിലീഫിനെ നമ്മൾ ആ ഒരു വിശ്വാസത്തെ നമ്മൾ പറയുന്ന പേരാണ് പാൻതിയസം. അതായത് വൺ ഹു ബിലീവ്സ് that God is the union of all natural forces. All forces in nature അല്ലെങ്കിൽ all forces in universe എങ്ങനെ വേണമെങ്കിലും പറയാം. all forces in nature അങ്ങനെ കൊടുക്കാം. പ്രപഞ്ചമാണ് ദൈവം, പ്രപഞ്ചത്തിലെ ശക്തികളാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ പാൻതിയസ്റ്റ് എന്നും, ആ ഒരു കോൺസെപ്റ്റിനെ, ആ ഒരു ബിലീഫിനെ പാൻതിയസം എന്നും നമ്മൾ പറയും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണത് ഒരു ഫോബിയയാണ്, തനാറ്റോഫോബിയ. നമ്മൾ കുറേ ഫോബിയാസ് നമ്മുടെ സെഷൻസിൽ നമ്മൾ നോക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഡെയിലി നമ്മൾ ഒരു ഫോബിയെങ്കിലും നമ്മുടെ വൺ വേർഡിൽ വരും. നമുക്ക് ഫോബിയാസ് മാത്രമായിട്ട് അല്ലെങ്കിൽ മേനിയാസ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഫിലീസ് മാത്രമായിട്ട് നമുക്കൊരു സെഷൻ, 2-3 സെഷൻസ് നമുക്ക് അങ്ങനെ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ ഈസി ആയിരിക്കും അല്ലേ. യെസ്, ഒരേ പാറ്റേണിൽ വരുന്ന സംഭവങ്ങളാകുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് ലിങ്ക് ചെയ്ത് നമുക്കത് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സെഷൻ നമുക്ക് അങ്ങനെ കണ്ടക്ട് ചെയ്യാം കേട്ടോ. യെസ്, അപ്പം തനാറ്റോഫോബിയ എന്താണ്? തനാറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡെത്ത്. യെസ്, മരണത്തെ ഭയക്കുന്ന ആ ഒരു പരിപാടി, മരണത്തെ ഭയക്കുന്ന സംഭവത്തിന് നമ്മൾ പറയണ പേരാണ് തനാറ്റോഫോബിയ. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് മരണത്തെക്കുറിച്ച് ഭയങ്കര വേവലാതി അല്ലെങ്കിൽ ഭയങ്കര ഒരു പേടിയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? യെസ്, ഹീ ഈസ് തനാറ്റോഫോബിക്. അവർ തനാറ്റോഫോബിക് ആണ്. ഹി ഹാസ് ഫിയർ ഫോർ ഡെത്ത് എന്ന് പറയണതിന് പകരം ഹി ഈസ് തനാറ്റോഫോബിക്. അവർ തനാറ്റോഫോബിക് ആണ്. അതിനർത്ഥം എന്താണ്? അവർക്ക് ഡെഡ് ബോഡി അല്ല, മരണത്തെ അവർക്ക് പേടിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വേർഡാണ് മെർസനറി. അതായത് മെർസനറി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലാകെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അറ്റ് ദ എക്സ്പെൻസ് ഓഫ് എത്തിക്സ്. അതായത് ഒരു ന്യായമായ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നതിനല്ല, ഒരു മോശമായ രീതിയിൽ, ഇപ്പോൾ സ്മഗ്ലിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ റോബറിയോ, അങ്ങനെ നമുക്ക് കാശുണ്ടാക്കാൻ ന്യായമായ വഴികളും ഉണ്ട്, അല്ലാത്ത വഴികളും ഉണ്ട്. സോ അങ്ങനെ ന്യായമായ വഴികളിൽ കാശുണ്ടാക്കുന്നവരെ അല്ല നമ്മൾ മെർസനറി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. വേണ്ടാത്ത വഴികളിൽ കൂടെയൊക്കെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ആ ഒരു പരിപാടിക്ക് പറയുന്നതിന്, അതിനാണ് നമ്മൾ എന്ത് പറയുക? മെർസനറി. വൺ ഹൂ ഈസ്, അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? മെർസനറി. വൺ ഹൂ ഈസ് പ്രൈമറിലി ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈമറിലി കൺസേൺഡ്, എങ്ങനെ വേണമെങ്കിലും പറയാം. പ്രൈമറിലി ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് മണി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് എത്തിക്സ്. ഓക്കെ, കുറച്ച് നെഗറ്റീവായ രീതിയിലായിരിക്കും അവർ കാശുണ്ടാക്കുന്നത്. സോ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ പറയുന്ന പേരാണ് മെർസനറി.
ഓക്കെ, നമ്മളിപ്പം 4 നോക്കി അല്ലേ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ലാസ്റ്റ് 1 വേർഡാണ് മെനാജറി. നമ്മൾ നോക്കാൻ പോകുന്ന ലാസ്റ്റ് 1 വേർഡാണ് മെനാജറി. മെനാജറി എന്ന് പറഞ്ഞാൽ മൃഗശാലയാണ്. മെനാജറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിന്നോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയാറില്ലേ, മൃഗശാല, സൂ, അതൊക്കെയാണ്. സാങ്ച്വറീസ് അല്ല, മൃഗശാല, സൂ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു അതേ സംഭവമാണ് മെനാജറി, മൃഗശാല. അതായത് എക്സിബിഷന് വേണ്ടി നമ്മളിപ്പോൾ മൃഗങ്ങളെ നമ്മൾ അവിടെ അടച്ചിട്ടേക്കുവാണ്, അല്ലെങ്കിൽ മൃഗങ്ങളെ എന്താ പറയുക, നമ്മളൊരു അടിമകളെ പോലെ ട്രീറ്റ് ചെയ്യാണ്, അങ്ങനത്തെ മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 1 വേർഡ്. അതായത് സൂ, മൃഗശാല. അവിടെ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? മെനാജറി. എ പ്ലേസ് വേർ wild animals are kept under captivity, kept in captivity for exhibition. എക്സിബിഷന് വേണ്ടി നമ്മൾ മൃഗങ്ങളെ അടിമകളാക്കി അവിടെ വെച്ചേക്കുവാണ്. നമ്മൾ മൃഗങ്ങളെ അടച്ചിടാറുണ്ട്, അവരെ നമ്മൾ ഫ്രീ ആയി വിടാറില്ലല്ലോ. അങ്ങനെ മൃഗശാലയ്ക്ക് നമ്മൾ പറയണം. അപ്പോൾ ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു മൃഗശാലയിലേക്കൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ പറയും ഞങ്ങൾ സൂയിൽ പോവാന്ന് പറയുന്നതിന് പകരം വി ആർ ഗോയിങ് ടു എ മെനാജറി എന്ന് പറയും. വി ആർ ഗോയിങ് ടു എ മെനാജറി. എ പ്ലേസ് വേർ വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ വൈൽഡ് ആനിമൽസും ആവാം, പക്ഷെ കൂടുതലും നമ്മൾ എക്സിബിഷന് വെക്കുന്നത് വൈൽഡ് ആനിമൽസ് ആണ്. വൈൽഡ് ആനിമൽസ്, കാട്ടിലെ മൃഗങ്ങൾ. ആർ കെപ്റ്റ് ഇൻ ക്യാപ്റ്റിവിറ്റി. ക്യാപ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അടിമത്തം. സ്ലേവറി, അടിമത്തത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ക്യാപ്റ്റിവിറ്റി, ക്യാപ്റ്റുലേഷൻ. അങ്ങനത്തെ വേർഡ്സിൻ്റെയൊക്കെ മീനിങ് അടിമത്തം, അടിമ. ഫോർ എക്സിബിഷൻ. എക്സിബിഷൻ അറിയാമല്ലോ, എക്സിബിറ്റ് ചെയ്യാൻ, ആൾക്കാരെ കാണിക്കാൻ, പ്രദർശനത്തിനായി നമ്മൾ വെച്ചേക്കുവാണ് അടിമകളായി. പ്രദർശനത്തിനായി വൈൽഡ് ആനിമൽസിനെ നമ്മൾ വെക്കണതിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലേസിന് നമ്മൾ പറയുന്ന പേരാണ് മെനാജറി, സൂ. സോ നമ്മൾ ഇന്ന് 5 1 വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈസിയാണ്. 5 1 വേർഡ്സ്. 5 അല്ല, 4 ആയിട്ടുള്ളൂ അല്ലേ? 4 ആയിട്ടുള്ളൂ. പാൻതിയസം കണ്ടപ്പോൾ 5 ആയി എന്ന് വിചാരിച്ചു. ഒരു വേർഡും കൂടെ ഉണ്ട്, ഒബ്സലിറ്റ്. ഒബ്സലിറ്റ് എന്താണ് ഒബ്സലിറ്റ്? അതായത് കാലാഹരണപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഇപ്പോൾ യൂസേജിലില്ലാത്ത കാര്യങ്ങൾ. വൺ വിച്ച് ഈസ് നോട്ട് ഇൻ യൂസ്. വൺ വിച്ച് ഈസ് നോട്ട് ഇൻ യൂസ്. ഇപ്പം നിലവിലില്ലാത്തത്, അറ്റ് പ്രസൻറ്റ്. ഇപ്പം നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലപ്പം ഓലക്കുട അല്ലേ? ഓലക്കുട നമ്മൾ പണ്ട് കുറേ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പം അത് സത്യം പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഒരു ആൻറ്റിക് ഏരിയ, ഇപ്പോൾ പഴയ പുരാതന വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മെമ്മറി ഹാൾസിലോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കൊട്ടാരങ്ങളൊക്കെ നമ്മൾ കാണാൻ പോവാണ്. സോ അവിടെ ഉള്ളവർ ഉപയോഗിച്ചതിൻ്റെ ഓർമ്മയായിട്ടൊക്കെ എക്സിബിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഓലക്കുട അല്ലെങ്കിൽ കിരീടം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ? അതിപ്പോൾ ഇല്ല, നമ്മളതിപ്പോൾ ഉപയോഗിക്കാറില്ല. നമ്മളിപ്പോൾ അതിന് പകരം വേറൊരു സാധനമാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ നേരത്തെ പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ശീലങ്ങളോ അതിപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഏത് വേർഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുക? ഒബ്സല്യൂട്ട്. ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, ഏതെങ്കിലും ഒരു സംഭവം പറയുകയാണെങ്കിൽ പണ്ടിപ്പം നമ്മൾ എന്താ പറയുക, പണ്ടിപ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ വിറകടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ഒരു ശീലമാണ് അല്ലേ? ഇപ്പം നമ്മൾ അതിലേക്ക് മാറി നമ്മൾ എന്താ പറയുക, നമ്മൾ ഗ്യാസ് സ്റ്റവിലേക്കായി, അല്ലെങ്കിൽ നമ്മൾ ഇൻഡക്ഷനിലേക്കായി, അങ്ങനെ അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു വിഷറി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതിന് പകരം ഫാനായി. അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ശീലങ്ങൾ പണ്ട് യൂസിലുണ്ടായിരുന്നത് ഇപ്പം ഇല്ല, അറ്റ് പ്രസൻറ്റ് അതില്ല. അങ്ങനത്തെ സംഭവങ്ങളെയാണ് നമ്മൾ ഒബ്സലിറ്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 5 1 വേർഡ്സ്.
അപ്പോൾ ഇതേപോലെ വൺ വേർഡ്സിൻ്റെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.